ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മെക് സ്റ്റുഡിയോ. അപ്പോൾ നാളെ മുതൽ വീണ്ടും ഫുട്ബോൾ ആരവം നമ്മളുടെ മുൻപിൽ മടങ്ങിയെത്തുകയാണ്. ഏതാണ്ട് ഒരു മാസത്തോളമായി ഇന്ത്യൻ ടീമിൻ്റെ അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ സൂപ്പർ കപ്പിന് വേണ്ടിയും ഏതാണ്ട് ഒരു മാസത്തോളമായി ഇടവേള എടുത്തിരുന്ന ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗ് നാളെ അതിൻ്റെ രണ്ടാം പകുതിക്ക് തുടക്കം കുറിക്കുകയാണ്. അതിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് കുറച്ച് നിർണായക അപ്ഡേറ്റ്സുമായിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നോടിയായി തന്നെ ലേറ്റസ്റ്റ് ഫുട്ബോൾ അപ്ഡേറ്റ്സ് എത്രയും വേഗം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന മെക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ കൂടുതൽ ഫുട്ബോൾ അപ്ഡേറ്റ്സ് എത്രയും വേഗം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു സെക്കൻഡ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, മിസ്റ്റർ ഫുട്ബോൾ ടോക്സ് മലയാളം എന്ന പേരിൽ. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ ദയവായി ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ജോയിൻ ചെയ്യുക. ഒരു മിനിമം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ മുതൽ ആ ചാനലിലേക്ക് മെയിനായിട്ട് നമ്മുടെ ഫുട്ബോൾ കണ്ടൻറ്റ്സ് വീഡിയോസ് വേഗത്തിൽ വരാൻ പോകുന്നത്. അപ്പോൾ ISLൻ്റെ രണ്ടാം പതിപ്പിന് നാളെ തുടക്കം കുറിക്കാൻ പോവുകയാണ്. ഒരു മാസത്തോളമായി ഇടവേളയെടുത്തിരുന്ന ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗ് നാളെ മുതൽ കിടിലൻ പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. നമ്മളെല്ലാം കാത്തിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരത്തിന് വേണ്ടിയാണ്. നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ട ക്ലബ്ബ് കേരളത്തിൻ്റെ കൊമ്പന്മാർ ഫെബ്രുവരി 2-ാം തീയതി രണ്ടാം പതിപ്പിലെ ആദ്യ പോരാട്ടത്തിനിറങ്ങുകയാണ്. ഒപ്പം സീസണിലെ 13-ാം റൗണ്ട് പോരാട്ടത്തിൽ കരുത്തരായ ഒഡീഷ FC ആണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ കാത്തിരിക്കുന്ന എതിരാളികൾ. സൂപ്പർ കപ്പിലെ റണ്ണേഴ്സ് അപ്പായിട്ടുള്ള ഒഡീഷ FC ആണ് ഫെബ്രുവരി 2-ാം തീയതി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ISL രണ്ടാം പതിപ്പിലെ ആദ്യത്തെ എതിരാളികൾ. ഒഡീഷയുടെ തട്ടകമായ കലിംഗയിൽ തന്നെയാണ് ഇത്തവണ ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ടാം പതിപ്പിലെ ആദ്യ പോരാട്ടം നടക്കാൻ പോകുന്നത്. ഒപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ടാം പതിപ്പിലെ ആദ്യ ഹോം മത്സരം, അതായത് ആദ്യത്തെ ഹോം മത്സരം കൊച്ചിയിലെ സ്വന്തം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ, രണ്ടാമത്തെ മത്സരം ഫെബ്രുവരി 12-ാം തീയതി പഞ്ചാബ് FCക്കെതിരെയാണ്. നമുക്കറിയാം, നിലവിൽ 2023 കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനിപ്പിച്ചത് തന്നെ ISLൻ്റെ ടേബിൾ ടോപ്പേഴ്സ് ആയിട്ടായിരുന്നു. 12 മത്സരങ്ങൾ കളിച്ച ടീം 8 വിജയവും 2 സമനിലയും 2 തോൽവിയും ഉൾപ്പെടെ 26 പോയിൻറ്സുമായി FC ഗോവയെ പിന്തള്ളിയാണ് പോയിൻറ്റ്സ് ടേബിളിൽ 2023 അവസാനിച്ചപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിലനിർത്തിയത്. സോ ആ ഒരു ഒന്നാം സ്ഥാനം നിലനിർത്തിക്കൊണ്ട് ലീഗ് ഷീൽഡ് വിന്നേഴ്സ് ആവാനും ഒപ്പം ആദ്യ ISL ടൈറ്റിൽ നേടാനുമായിരിക്കും ഇവാൻ വുക്കമനോവിച്ചിൻ്റെ സംഘം കൂടുതൽ പദ്ധതികളുമായി തന്ത്രപ്പുരയിൽ അണിയറയിൽ തന്ത്രങ്ങൾ മെനയുന്നത്. നമുക്കറിയാം, ടേബിൾ ടോപ്പേഴ്സായി തന്നെ 2023 അവസാനിപ്പിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് 2024 ISLൻ്റെ ആദ്യ കിരീടവും തന്നെയാണ് ലക്ഷ്യമിടുന്നത്. പക്ഷേ 2023 നമുക്ക് കൂടെ ഉണ്ടായിരുന്ന പല താരങ്ങളും ഇത്തവണ നമ്മുടെ തട്ടകത്തിലില്ല. നായകൻ എഡ്രിയാൻ ലൂണ ഏറ്റവും ഫോമിൽ, അതായത് ഏറ്റവും റീസെൻ്റായി കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ മികച്ച ഫോമിൽ തുടർന്ന ഘാന സ്ട്രൈക്കർ ക്വാമി പെപ്ര തുടങ്ങിയ താരങ്ങൾ ഇതിനോടകം തന്നെ പരിക്കേറ്റ് സീസൺ റോൾഡ് ഔട്ടായി പോയിട്ടുണ്ട്. അതിനാൽ തന്നെ രണ്ടാം പതിപ്പിൽ ഇവാൻ വുക്കമനോവിച്ചിൻ്റെ തന്ത്രങ്ങളിലും വ്യക്തമായ മാറ്റങ്ങൾ ബ്ലാസ്റ്റേഴ്സ് നിരയിലുണ്ടായേക്കാം. നമുക്കറിയാം, എഡ്രിയാൻ ലൂണയ്ക്ക് പകരം ലിത്വാനിയൻ നാഷണൽ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്ന മിഡ്ഫീൽഡർ ഫെഡോർ സെർണിച്ചിനെ കേരള ബ്ലാസ്റ്റേഴ്സ് കൂടാരത്തിലേക്ക് എത്തിച്ചിരുന്നു. താരം ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ പരിശീലനങ്ങളും നടത്തി തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം പരിക്കേറ്റ് പുറത്തായ ഘാന സ്ട്രൈക്കർ ക്വാമി പെപ്രയ്ക്ക് പകരം കേരള ബ്ലാസ്റ്റേഴ്സ് ലോണിൽ ഗോകുലം കേരളയിലേക്ക് അയച്ച യുവതാരം ജസ്റ്റിൻ ഇമാനുവലിനെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് തിരികെ വിളിച്ചിട്ടുമുണ്ട്. സോ അങ്ങനെ 2 മികച്ച താരങ്ങളെ കൂടാരത്തിലേക്ക് എത്തിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ISLൻ്റെ രണ്ടാം പകുതിയിൽ കൂടുതൽ മികവ് പുലർത്തിക്കൊണ്ട് ആദ്യ കിരീടം തന്നെയാണ് നോട്ടമിടുന്നത്. നിലവിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് വ്യക്തമായ ആധിപത്യം തുടരട്ടെ രണ്ടാം പകുതിയിലും. അങ്ങനെ ആദ്യ ഒരു ISL കിരീടം കേരളത്തിന് കൊമ്പന്മാർ നേടിയെടുക്കട്ടെ. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് 2 താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ റിലീസ് ചെയ്തിട്ടുമുണ്ട്. നമുക്കറിയാം, യുവതാരങ്ങളായിട്ടുള്ള ബ്രൈസ് മിറാണ്ട, വിദ്യാസാഗർ സിംഗ് തുടങ്ങിയ താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ വിറ്റിരിക്കുക, ലോണിൽ അയച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ബ്രൈസ് മിറാണ്ടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ അവസരങ്ങൾ കുറഞ്ഞ യുവതാരങ്ങളായിട്ടുള്ള ബ്രൈസ് മിറാണ്ടയും വിദ്യാസാഗർ സിംഗിനെയും കേരള ബ്ലാസ്റ്റേഴ്സ് വിറ്റിരിക്കുകയാണ്. ബ്രൈസ് മിറാണ്ടയെ ഒഡീഷ FCയിലേക്കാണ് ബ്ലാസ്റ്റേഴ്സ് അയച്ചിട്ടുള്ളത്. സോ അങ്ങനെ കൂടുതൽ താരങ്ങളെ റിലീസ് ചെയ്തുകൊണ്ട് കൂടുതൽ മികച്ച താരങ്ങളെ കൂടാരത്തിലേക്ക് എത്തിച്ചുകൊണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ തന്ത്രങ്ങളുടെ ആശാന്മാരായി മാറിയിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മെക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.